ഇന്നലെയാണെങ്കിൽ ഒരു വിൻഡോ ഫ്രെയിം ഞാൻ ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ അത് വെച്ച് കയ്യോടെ ഒരു ജേർണൽ അങ്ങ് സെറ്റ് ചെയ്തേക്കാന്ന് ഓർത്ത് സാധനങ്ങളെല്ലാം നിരത്തി ടേബിളിലെല്ലാം സെറ്റ് ചെയ്ത് വെച്ചപ്പോൾ എൻ്റെ പൂച്ചക്കുട്ടൻ വന്നു. അവനാണെങ്കിൽ എൻ്റെ ജേർണൽ ഐറ്റംസ് എല്ലാം വേണം. എല്ലാ സാധനവും അവൻ തന്നെ ടെസ്റ്റ് ചെയ്തിട്ട് അപ്രൂവ് ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ എനിക്ക് പറ്റത്തുള്ളൂ. അവനെ ഒഴിവാക്കാൻ ഞാൻ കുറേ നോക്കി. പിന്നെ ഞാൻ വിചാരിച്ചു അവനും കൂടെ സൈഡിലിരിക്കട്ടെ. ഒരു തരത്തിൽ ഞാൻ അവനെ സമാധാനപ്പെടുത്തി അവിടെ ഇരുത്തി. അത് കഴിഞ്ഞിട്ട് ആദ്യം ഫ്രെയിം ഒട്ടിച്ചു. പിന്നെ കുറച്ച് ടിഷ്യൂ പേപ്പർ കളർ ചെയ്തത് വട്ടത്തിൽ കട്ട് ചെയ്തത് ഒട്ടിച്ചു, ഒരു പൂ പോലെ. അത് കഴിഞ്ഞ് കുറച്ച് തെർമോക്കോൾ ബോൾസും കൊണ്ട് നടുക്ക് ഒട്ടിച്ചിട്ടോ. അത് എടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ അവനത് വേണം. പിന്നെ അവനെ തെർമോക്കോൾ ബോൾസിൽ എണ്ണം നിർത്തിയായിരുന്നു, അതിൻ്റെ കൂടെ അങ്ങ് പോയി. പിന്നെ നമ്മുടെ വിൻഡോയുടെ മുകളിൽ കൂടെ കുറച്ച് ഫ്ലവേഴ്സ് എല്ലാം വീഴുന്ന രീതിയിൽ കുറച്ച് ഫ്ലവറിൻ്റെ സ്റ്റിക്കർ ഞാൻ സെലക്ട് ചെയ്ത് വെച്ചു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടായിട്ട് കുറച്ച് ബ്രിക്കിൻ്റെ ഒരു ഡിസൈനിൽ സ്കെച്ച് പേന വെച്ച് തന്നെ വരച്ചു. അത് കഴിഞ്ഞിട്ട് ആദ്യം സെലക്ട് ചെയ്ത് വെച്ചിരുന്ന ആ ഫ്ലവറിൻ്റെ സ്റ്റിക്കർ എടുത്ത് അതിൻ്റെ മുകളിൽ ഒട്ടിച്ചു. പിന്നെ ഡോയിലി പേപ്പർ സൈഡിൽ ഒട്ടിച്ചു. അതിൻ്റെ മുകളിൽ ഒരു പെങ്കൊച്ചിൻ്റെ ഫോട്ടോ ഒട്ടിക്കാമെന്ന് ഓർത്തായിരിക്കുന്നത്. അതിൻ്റെ ഇപ്പോൾ കുറേ സ്റ്റിക്കേഴ്സ് ഞാനിങ്ങനെ എടുത്ത് മാറി മറിച്ച് നോക്കി. എന്നിട്ട് അതിലൊരെണ്ണം സെലക്ട് ചെയ്തു, അതും അതിൻ്റെ അകത്തേക്ക് ഒട്ടിച്ചു. പിന്നെ ആദ്യം ഒട്ടിച്ചതുപോലെ തന്നെ ടിഷ്യൂ പേപ്പർ വട്ടത്തിൽ മുറിച്ച് വെച്ചിരിക്കുന്നത് അതിൻ്റെ സൈഡിലേക്ക് വീണ്ടും ഒട്ടിച്ചു. ആക്ച്വലി ഇത് ടിഷ്യൂ പേപ്പർ ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടി പല കളറിൽ ഉണ്ടാക്കാൻ വേണ്ടി ഞാനത് നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചായിരുന്നു. അപ്പോൾ അത് തന്നെ ഒട്ടിച്ചു. പിന്നെ 2-3 കോഡ്സ് ഒട്ടിച്ചു. പിന്നെ കുറച്ച് ബട്ടർഫ്ലൈസും കൂടി സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു. ഒരു ബട്ടർഫ്ലൈനെ ഞാൻ ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ട് ജസ്റ്റ് ഇച്ചിരി പൊങ്ങി നിൽക്കുന്ന രീതിയിലാണ് ഒട്ടിച്ചത്. പിന്നെ ഒരു വയലറ്റ് കളർ ബട്ടർഫ്ലൈനെ മുകളിലും കൂടെ ഒട്ടിച്ചു കൊടുത്തു. അപ്പോൾ അങ്ങനെ ബട്ടർഫ്ലൈസിനെയൊക്കെ ചെയ്തു. പിന്നെ ഞാനാണെങ്കിൽ ഡോയിലി പേപ്പറിൻ്റെ തന്നെ ഈ സ്റ്റിക്കർ പോലത്തെ ഇത് കിട്ടി, അത് വെച്ച് 2 സൈഡിലും ഒട്ടിച്ചു. പിന്നെ അതിൻ്റെ മുകളിൽ 2-3 ഫ്ലവേഴ്സിൻ്റെ സ്റ്റിക്കേഴ്സും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ.